ഞാൻ പറഞ്ഞു സാർ നമുക്കൊന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. പറയൂ. വേണ്ട സാർ നമുക്ക് മാറി നിൽക്കാം. അപ്പോൾ സ്റ്റുഡിയോ ആയതുകൊണ്ട് ഫ്ലോറിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇരുട്ടായ റൂമുണ്ട്, അവിടെ ആരുമില്ല. അങ്ങോട്ട് രണ്ടുപേരും കൂടെ പോയി. അപ്പോൾ പോയപ്പോൾ പുള്ളി ഈ കയ്യിൽ നിന്ന് ബീഡി എടുത്തു, ഈ കയ്യിൽ നിന്ന് തീപ്പെട്ടി എടുത്തു, കൊളുത്തി. അപ്പോൾ ഞാൻ ഇത്രയും മച്ചേട്ടൻ ഇത്രയാണ്. മച്ചേട്ടൻ എന്നെ അങ്ങനെ തോന്നി, എന്താണ് എന്നെ അടിക്കുമോ, പേടിയുണ്ട്, ആചാരഭാവമാണ്. പറഞ്ഞു പറയൂ. സാർ മലയാള സിനിമയിൽ മധു പറഞ്ഞ ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്റ്റുഡിയോ ഓണർ എല്ലാമാണ്. ചന്ദ്രകുമാർ മലയാള സിനിമയിൽ ഒന്നുമല്ല. രണ്ടാമത്തെ പടം ചെയ്യുന്ന ഒരു കൊച്ചു പയ്യൻ, ഇൻഡസ്ട്രി പരിഹാസത്തോടെ നോക്കിക്കാണുന്ന ഒരു കൊച്ചു പയ്യനാണ്. പിള്ളേർ കളി എന്നൊക്കെയാണ് ഞങ്ങളുടെ സിനിമകളെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. കാരണം ചന്ദ്രകുമാർ കൊച്ചു പയ്യൻ, തല നിറച്ചിട്ടില്ലാത്ത ആളാണ് ക്യാമറാമാൻ. കാരണം അന്നൊക്കെ തല നിറയ്ക്കണ ക്യാമറാമാൻ ആണെങ്കിൽ ആനന്ദക്കുട്ടൻ കൊച്ചു പയ്യൻ. അപ്പോൾ ഇതൊക്കെ പിള്ളേർ കളിയല്ലേ എന്നാണ് ഇൻഡസ്ട്രി പറയുന്നത്, ഞാൻ അതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാർ എനിക്ക് ഈ സിനിമ പെർഫെക്റ്റായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാറ് ചെയ്യുന്ന പോരാൻ തോന്നുന്നു. സാറിൻ്റെ മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ട്, ഭയങ്കര വീക്കാണ്. സാർ ഉറങ്ങിയിട്ടില്ല 2 ദിവസമായിട്ട്, അതൊക്കെ അറിയാം. സാർ വേറെ ഏതോ ഷൂട്ടിങ്ങിൽ തരട്ടെ, സാർ പോയി റെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് എനിക്ക് പിന്നെ ഒന്ന് ചെയ്തു തന്നാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഈ പടം ഓടിയില്ലെങ്കിൽ സാറിനൊന്നും സംഭവിക്കില്ല. ഇത്രയും മധുവിനെ പോലെ ഒരു വലിയ നടൻ, ഷീലയെ പോലൊരു നടി, അടൂർബാസിയെ പോലൊരു നടൻ, കുതിരവട്ടം പപ്പു, KPS ലളിത, വിൻസൻ, സുമിത്ര ഒക്കെ ഉണ്ടായിട്ടും ചന്ദ്രകുമാറിൻ്റെ പടം പൊട്ടിപ്പോയി എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. എൻ്റെ ആദ്യത്തെ പടം തരക്കില്ലാതെ കൂടി. അപ്പോൾ ഇതും കൂടി പോയില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് ബാധിക്കും. ഇത്രയും നല്ല ഗോൾഡൻ ചാൻസ് കിട്ടി ചന്ദ്രകുമാർ നശിപ്പിച്ചു എന്ന് മാത്രമേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് സാറ് എൻ്റെ പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ സാറിന് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്ന് ചെയ്തു തരണം. വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ചെയ്യേണ്ട, ചെയ്തിട്ട് പൊട്ടിയെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ പടം ചെയ്യേണ്ട, നമുക്ക് ചെയ്യേണ്ട സാർ എന്ന് പറഞ്ഞു. അത് സാർ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിയ ബീഡി മുഴുവൻ വലിച്ചു, എന്നിട്ട് ചവിട്ടിക്കെടുത്തി. വണ്ടി ഉണ്ടോ ഇവിടെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആകെ കുഴഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി ഉണ്ടെന്ന്. നേരെ ഇറങ്ങിപ്പോയി, വണ്ടി കയറി, ഒന്നും പറയാതെ പോയി. ഷീല വന്നു. എന്താ കാണിച്ചത്? ഞാൻ കാര്യം, നീ എന്താണ് പറഞ്ഞത്? ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത് പേഴ്സണലായി പറഞ്ഞാണ്. എന്ത് പേഴ്സണലായിട്ട്? ഇല്ല, ഞാൻ എന്നെക്കുറിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു. ഇനി വരില്ല, പോയില്ലേ, വരില്ല. വാസിച്ചേട്ടൻ അന്ന് പറയണു, ഇനി വരില്ല, അതൊക്കെ കണ്ണമൂലം മാധവൻ ഇടഞ്ഞു, അതിന് മതം പൊട്ടി, ഇനി വരില്ല, അവർ പരിഹസിച്ചിരിക്കണു. അപ്പോൾ ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല. മിണ്ടാന്നു. വാസിച്ചേട്ടാ എനിക്ക് വരുന്ന ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. എന്തുറപ്പ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എടുത്തൊക്കെ വേസ്റ്റായില്ലേ എന്ന് പറഞ്ഞു. നമ്മൾ ഇല്ല പറഞ്ഞു. അപ്പോൾ ഷീല വന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യടാ, നമുക്ക് വേറെ ആരെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ച് ചിന്തിച്ചാലോ? ഞാൻ വേറെ ആർട്ടിസ്റ്റ് വെച്ചിരിക്കുക, നമുക്ക് നസീർ സാറിനോട് വേണ്ടി സംസാരിക്കാം. നമ്മൾ അയ്യോ നസീർ സാർ വേണ്ട, നസീർ സാറിൻ്റെ സബ്ജക്റ്റ് വേറെ ചെയ്യാം. ഇത് നസീർ സാറിനെ പറ്റിയ കഥയല്ല, ഇത് നസീർ സാറിനെ കണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കഥയാണ്. ഈ കഥ ചെയ്യണമെങ്കിൽ എനിക്ക് നസീർ സാർ വേണം, അല്ലെങ്കിൽ കഥ ചെയ്യുന്നില്ല. നീ ആവശ്യമില്ലാത്ത വാശിയാണ്, കൊച്ചു കുട്ടിയാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഞങ്ങളൊക്കെ എത്ര കാലമായി സിനിമയിലുണ്ട്, ഒക്കെ സമ്മതിച്ചു. എൻ്റെ കുറച്ച് അഹങ്കാരമാണെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഈ കഥ ചെയ്യുകയാണെങ്കിൽ ഷീലാമ്മ തന്നെ വേണം, മധു സാർ തന്നെ വേണം. അത് രണ്ടും മാറ്റാൻ പറ്റില്ല. അതിൽ ബാക്കി ഏത് കഥാപാത്രങ്ങളെ വേണമെങ്കിൽ ഞാൻ മാറ്റാം. നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നാളെ വെക്കാൻ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ ഷൂട്ടിംഗ് 4:30 മണിക്ക് അവസാനിച്ചു. നിർത്തി പോന്നു. പുറത്ത് വരുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ പ്രൊഡ്യൂസർ നിൽക്കുന്നു. ഞാൻ ബാലേട്ടനോട് പറഞ്ഞു, ബാലേട്ട എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം ഇന്ന് ബാലേട്ടന് ഒരു 4500-5000 രൂപ വേസ്റ്റ് ഉണ്ടാവും. 1 മിനിറ്റ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അല്ല ബാലേട്ട, ഞാനിതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പടം ഓടിയില്ലെങ്കിൽ ബാലേട്ടന് ലക്ഷങ്ങളുടെ നഷ്ടം വരില്ലേ, അതിനേക്കാൾ ഈ 4500 നഷ്ടം വന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, നീ വളരെ നല്ല കുട്ടിയാണ്, ബുദ്ധിയുള്ള കുട്ടിയാണ്, നീ ചെയ്ത് ശരിയാണ്, ഞാൻ എന്നോടൊപ്പമാണ്, നമുക്ക് നാളെ ഷൂട്ടിംഗ് വയ്ക്കാം, നാളെ വരും വിചാരിക്കാം, നാളെയും വന്നില്ലെങ്കിൽ ഒരു ദിവസം നഷ്ടം വരുള്ളൂ, അതിനുശേഷം നമുക്ക് എന്ത് വേണം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് കാർ അയച്ചു സാറിന്. ഞാൻ 2 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങി. ഷീല വന്നു, ഫിലിമാണ്, വീണ്ടും ക്ലോസപ്പ് എടുക്കാൻ തുടങ്ങിയപ്പോൾ നീ എന്തിനാണ് പറഞ്ഞ് ഫിലിം വേസ്റ്റ് ചെയ്യണത്, അദ്ദേഹം വരുമോ നോക്കിയിട്ടൊക്കെ പോരെ. ഞാൻ അതൊക്കെ വരും എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ 11 മണിക്ക് വണ്ടി അയച്ചിട്ടുണ്ടാകും. 11 മണിക്ക് വണ്ടി അയച്ചിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അടൂർബാസ് സാറ് അവിടെ ഇരുന്ന് കളിക്കുന്നു, ചിരിക്കുന്നുണ്ട്. ചന്ദ്ര, ഇന്നത്തെയും കൂടി കാശ് വേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചിരിച്ചു. ബാച്ചേട്ടാ അങ്ങനെയൊന്നും വേസ്റ്റ് ആവില്ല ബാച്ചേട്ടാ,
എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ചന്ദ്രൻ്റെ ചെറുപ്പത്തിൻ്റെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇൻഡസ്ട്രിയിൽ ഞാനല്ലേ ഉള്ളൂ ചെറുപ്പം ഡയറക്ടർ. ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിങ് തുടങ്ങി. 3:30 മണിയായപ്പോൾ കാർ വന്നു. ആരും പറഞ്ഞു മസാർ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പേടിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയില്ല, എന്താ പറയാൻ പോകണമെന്ന് അറിയില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ മസാർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കാതെ അങ്ങോട്ട് നോക്കിയിട്ട് ശീലം നമ്മുടെ ഒരു ക്ലോസപ്പ് എടുത്തിട്ട് അന്തക്കുട്ടാ എന്താ ക്യാമറ ഇവിടെ വെച്ചോ എന്ന് പറയുമ്പോൾ പറഞ്ഞു മിസ്റ്റർ ചന്ദ്രൻ. ഞാൻ തിരിഞ്ഞ് നോക്കി, ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ റെഡി, സന്തോഷം സാർ, തുടങ്ങാം. അപ്പോൾ പറഞ്ഞു അല്ല, എനിക്കതിനു മുമ്പ് ചന്ദ്രനോട് സംസാരിക്കണം. ഞാൻ പറയൂ സാർ. അല്ല, അങ്ങോട്ട് വരൂ. അപ്പോൾ അതേ സ്ഥലത്തേക്ക് എന്നെ പിടിച്ചുകൊണ്ട് അപ്പോൾ സംസാരിക്കാനാണോ കൊണ്ടുപോകണത്, ഇനി 2 പൊട്ടിക്കാനാണോ എന്നും അറിയില്ല. അതേപോലെ പോയി നിന്നു, കയ്യിൽ നിന്ന് വീഡിയോ എടുത്തു, ചുണ്ടിൽ വെച്ചു, സെയിം സീൻ ആവർത്തിച്ചു. ഇവിടുന്ന് തീപ്പെട്ടി എടുത്ത് കൊളുത്തി 3 പ്രാവശ്യം എൻ്റെ പുറത്തേക്ക് പുക വിട്ടു. ഞാൻ ഈ പുകയെ നോക്കിയിട്ട് നിന്ന് എന്താണ് സംഭവിക്കാൻ പോണത്, അടിക്കുമോ എന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ചിരുന്നു. മലയാള സിനിമയിൽ തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഞെട്ടിപ്പോയി, എന്താ പറയണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്താലും അത് ഓക്കെ, ശരി, വെരി ഗുഡ് പറഞ്ഞ് എന്നെ ചീത്തയാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എന്നെ നന്നാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ചന്ദ്രനാണ് എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനിവിടെ ഒരു ആക്ടറും ചന്ദ്രകുമാർ ഇവിടെ ഒരു ഡയറക്ടറുമാണെന്ന്. അപ്പോൾ ആ ഡയറക്ടർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ ആ ഡയറക്ടർ ആവശ്യം നിറവേറ്റാത്തത് എൻ്റെ തെറ്റാണ്. ഐ എം സോറി. ഇന്ന് ചന്ദ്രകുമാർ പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കമോൺ, നമുക്ക് ആരംഭിക്കാം. എന്നിട്ട് പറഞ്ഞു എന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, പൊറുക്കുക. ഞാൻ പറഞ്ഞു ഐ എം വെരി സോറി സാർ, ഞാൻ കൊച്ചുകുട്ടിയാണ്, ഞാൻ അഹങ്കാരോ ധിക്കാരോ കാണിച്ച് പറഞ്ഞു പോയി തോന്നുന്നുണ്ടെങ്കിൽ മറന്നേക്കാം. അതല്ല, ഞാൻ എൻ്റെ ഫീലിങ്സ് മാത്രമാണ് പറഞ്ഞു പോന്നു. 2 പേരും കെട്ടിപ്പിടിച്ചു. ഒരു സെക്കൻഡ് എന്നെയും കണ്ണ് നിറഞ്ഞ കാണാം, മസാറിനെയും കണ്ണ് നിറഞ്ഞുണ്ടാവും. ഒന്നും മിണ്ടിയില്ല. തിരിച്ചു വന്നു. ഷൂട്ടിങ് ഷെയിലിൽ വെച്ച് എന്താ സാർ ഇടിച്ച് തന്നു. അതെങ്ങനെ സഹായിച്ച്? ഒന്നും സഹായിച്ചില്ല, ഞാൻ കാര്യം പറഞ്ഞു സമ്മതിച്ചു വന്നു. ഷൂട്ടിങ് തുടങ്ങി. അതേ ഷോട്ട് വെച്ചു. വീണ്ടും ഷീലയെ കെട്ടിപ്പിടിച്ച് നിനക്കൊന്നും സംഭവിക്കില്ല പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സാർ പറഞ്ഞു. ചന്ദ്രൻ ഓക്കെ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി എടുത്തോളണം, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ആണ് സാർ, പിന്നെന്തിനാണ് എടുക്കുന്നത്? എന്നാൽ ശരി, നമുക്ക് അടുത്ത ഷോട്ടിലേക്ക് പോവാം. അങ്ങനെ അവിടുന്ന് പോയി വേറെ ഒരു ഷോട്ട് വെച്ചപ്പോൾ ഞാനൊരു ട്രോളി ഇട്ടു. ഇത് പലവിടെയും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ടെക്നീഷ്യൻസിനും എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ആ ട്രോളി ഇട്ടപ്പോൾ അരുണാചലൻ സ്റ്റുഡിയോയിൽ ട്രോളി കാളവണ്ടി പോലെയാണ് കട 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 പോകുന്നത്. അപ്പോൾ ക്യാമറ ഇങ്ങനെ ആടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ മിച്ചൽ ക്യാമറയാണ്, വലിയ ക്യാമറയാണ്. അത് വെച്ചിട്ട് പോലും ട്രോളി ആടുന്നു. അപ്പോൾ 3 ടേക്ക് എടുത്തു, ഫിലിം വേസ്റ്റായി. ആനന്ദക്കൂട്ടം എന്താ ട്രോളി ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഉള്ളൂ, ഇത് വെച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ മധു സാർ എന്നെ വിളിച്ചു, മിസ്റ്റർ ചന്ദ്രൻ ഇവിടെ വരും. അതെന്തിനാണ് ട്രോളി ആക്കണത്, നമുക്ക് സൂം ഉണ്ടല്ലോ, സൂം ഇട്ടിട്ട് എടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാതെ അദ്ദേഹം ഡയറക്ടറാണ്, അതൊക്കെ ഞാൻ മറന്നു. അതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സ്വഭാവം അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഞാൻ സാർ ക്യാമറ എന്ന് പറഞ്ഞത് പ്രേക്ഷകനാണല്ലോ സാർ, ഞാൻ സാറിനെ പഠിപ്പിക്കുകയല്ല, പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ഈ സീനിൽ പ്രേക്ഷകൻ ഞെട്ടിയിട്ട് ഇങ്ങനെ ചാരിയിരിക്കുന്ന പ്രേക്ഷകൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നിലേക്ക് പോകണം. ആ പോകുന്നതാണ് ഈ ക്യാമറ പോകുന്നത്. അതേസമയത്ത് സൂമാണ് ചെയ്യുന്നതെങ്കിൽ പ്രേക്ഷകൻ ഇങ്ങനെ ഇത് കാണുകയുള്ളൂ, കഥാപാത്രങ്ങൾ ഇങ്ങോട്ട് വരികയുള്ളൂ. ഇത് പ്രേക്ഷകൻ കഥാപാത്രത്തിലേക്ക് പോവുകയാണ്, എനിക്കതാണ് വേണ്ടത് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പുള്ളി ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കി എൻ്റെ മുഖത്ത്, എന്നിട്ട് ചിരിച്ചു. ഇത്രയും ഡീപ്പായി ചിന്തിച്ചിട്ടാണോ ചന്ദ്രൻ ഷോർട്സ് ഒക്കെ എടുക്കുന്നത്? ഞാൻ എൻ്റെ ഗുരുക്കന്മാരൊക്കെ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. വെരി ഗുഡ്, നമുക്ക് ട്രോളി വന്നിട്ട് എടുത്താൽ മതി, അങ്ങനെ തന്നെ എടുത്താൽ മതി. എന്നാൽ ഞങ്ങൾ ട്രോളി വരുത്തി ആ ഷോട്ട് എടുത്തു. അതിനുശേഷം വേറെ ഏതോ ഒരു ഷോട്ട് വെച്ചപ്പോൾ ഞാൻ ക്ലോസിലൊരു ഷോട്ട് വെച്ചു. മാസ്റ്റർ നീ പറയണമെന്ന് ശരിയല്ല. അപ്പോൾ മാസ്റ്റർ ചന്ദ്രൻ ഇത് ക്ലോസിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ജനങ്ങളെ നോക്കി പറയുന്ന പോലെ ഉണ്ട്, ഇത് ശീല കൂടി സജഷനിലുണ്ടെങ്കിൽ നന്നാവും. ഞാൻ കറക്റ്റ് സാർ, അതാണ് ശരി. ശീലമ്മ വരുമായിരിക്കും, ശീലയുടെ മൊത്തമായിട്ട് നീ പറഞ്ഞു ശരിയല്ല പറയുമ്പോൾ അത് കറക്റ്റാണ്. അങ്ങനെ അന്ന് തൊട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ടെക്നോളജി അത് ഞങ്ങളെ വലിയൊരു ബന്ധത്തിലേക്ക് അടുത്തു. ആ ബന്ധത്തിലേക്ക് അടുത്തപ്പോൾ അതിൻ്റെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മാസാർ വന്നു രാവിലെ ചന്ദ്രൻ എന്താണ് എല്ലാം നടക്കുന്നില്ലേ, തീരാറിയില്ലേ, നാളെ മറ്റന്നാൾ ഷൂട്ടിങ് തീരയില്ലേ? ഞാൻ തീരാറി സാർ. ഇങ്ങനെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്തു. കുറച്ച് ലഡുവും ജിലേബിയോ എന്താ കേക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കൂ, എല്ലാവർക്കും കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്താ സാർ വിശേഷം, സാറിൻ്റെ ബർത്ത്ഡേ ആണോ? അതൊക്കെ പറയാം, വാങ്ങും. അങ്ങനെ പോയി
വാങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ലഡ്ഡു ഒക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കണം. ചന്ദ്രൻ്റെ കൈ കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂ പറയാം. അപ്പോൾ ഷീല അടൂർ ബാസി എല്ലാവരും ചോദിച്ചു എന്താ സാറെന്താ സസ്പെൻസ് വെച്ചിരിക്കണത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമാ സ്റ്റുഡിയോ എന്നാണ് പേര്. ആ ഉമാ സ്റ്റുഡിയോൻ്റെ പേരിൽ ഞാൻ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് ബാനറിൽ പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഉമാ സ്റ്റുഡിയോ എന്നുള്ള ബാനർ എടുത്തില്ല. അടുത്ത സിനിമ ഉമാ സ്റ്റുഡിയോ ബാനർ ഇടണം. ഞാൻ ഒരിക്കലും എൻ്റെ സ്റ്റുഡിയോൻ്റെ ബാനറിൽ ഞാൻ പടം എടുത്താൽ ശരിയാവില്ല. കാരണം ഞാൻ ഉഴപ്പനാണ്. രാവിലെ 12 മണിക്കേ ഉറങ്ങി എണീക്കുള്ളൂ, 2 മണിക്കേ ഷൂട്ടിങ്ങിന് വരുള്ളൂ. അപ്പോൾ എൻ്റെ തൊഴിലാളികളും ഉറങ്ങും, അവരും 2 മണിക്കേ വരുള്ളൂ. അങ്ങനെ എൻ്റെ സ്റ്റുഡിയോ ആകെ കൊളാവും. ചന്ദ്രനെ പോലെ ഒരാളാണെങ്കിൽ പട്ടാളക്കാരനാണ്. രാവിലെ 6 മണിക്ക് എല്ലാറ്റിനും വരെ നിർത്തും. അത് ആരുടെ മുഖമാണെന്നും നോക്കില്ല. റൂട്ടീൻ തുടങ്ങിയിരിക്കും, നടത്തും. സിസ്റ്റമാറ്റിക്കാണ്, ഭയങ്കര കൺട്രോൾഡാണ്, വിവരമുണ്ട്, നോളജുണ്ട് ഒക്കെ പറഞ്ഞ് ഞാൻ എന്നെ പുകഴ്ത്തി പറയില്ല, മസാർ പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെ ആ സ്റ്റുഡിയോൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ച് ഈ കയ്യിൽ നിന്ന് കുറേ കാശെടുത്ത് അതിലെത്രയോ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി ചുരുട്ടിയിട്ട് ഒരു അഡ്വാൻസ് തന്നു. അങ്ങനെ ഞാൻ ഉമാ സ്റ്റുഡിയോൻ്റെ സംവിധായകനായി മാറി. അങ്ങനെ ഞാനും മധുസാറും കൂടി ഏതാണ്ട് 10-30 സിനിമയോളം, 30 പോരാ തോന്നും, അതിൽ കൂടുതൽ സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഉമാ സ്റ്റുഡിയോൻ്റെ പടങ്ങൾ, അരോമയുടെ പടങ്ങൾ, RS പ്രഭുവിൻ്റെ പടം, KP കൊട്ടാരക്കരയുടെ പടം, അങ്ങനെ ഒരുപാട് പേരുടെ പടത്തിൽ മധുസാറിനെ വെച്ചിട്ട് ഞാൻ സംവിധായകനായി ചെയ്തു. ആ ഭാഗ്യം എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ചു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃതം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.